കൊല്ലം കൊട്ടാരക്കരയിൽ കിണറ്റിൽപ്പെട്ട യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വൻ ദുരന്തം. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര അഗ്നിരക്ഷാ യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുമായുണ്ടായ തർക്കത്തെ തുടർന്ന് അർച്ചന കിണറ്റിൽ ചാടുകയായിരുന്നു എന്നാണ് വിവരം. അഗ്നിരക്ഷാസേന കൊട്ടാരക്കര യൂണിറ്റ് അംഗമായ സോണി രക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കിണറ്റിൽപ്പെട്ട യുവതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കൈവരി ഇടിഞ്ഞു വീണു. സോണി കിണറ്റിലേക്ക് പതിച്ചു. കിണറിനരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഇവളെ രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അന്നേരം ഇടിഞ്ഞു വീഴുന്നു. അന്നേരം ഇവനെ ഇങ്ങനെ ടോർച്ച് അടിച്ചു കൊടുത്തപ്പം ഫോണിന്റെ വെട്ടത് പോണം, വേണ്ട വേണ്ട മാറുന്ന പറഞ്ഞ കേൾക്കുകയല്ല. അങ്ങനെ അവൻ ഫുൾ വെള്ളമായിട്ടായിരിക്കും. ആ കട്ട ഇടിഞ്ഞ് തലേ വീണാന്ന് പറഞ്ഞ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചത്. ഞങ്ങൾക്കെല്ലാം അതിന്റെ ഒരു വിഷമോ. ഇന്ന് പുലർച്ചെയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് യുവതി കിണറ്റിൽപ്പെട്ടതായി ഫോൺ കോൾ വരുന്നത്. 80 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് യുവതി ചാടിയെന്നായിരുന്നു സന്ദേശം. രക്ഷാസംഘം എത്തുമ്പോൾ അർച്ചനയുടെ 2 മക്കൾ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യുവതിയുമായി സോണി മുകളിലേക്ക് കയറുമ്പോഴാണ് കൈവരി ഇടിഞ്ഞു വീണത്. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. കുറച്ചു നാളുകളായി ശിവകൃഷ്ണയും അർച്ചനയും ഒരുമിച്ചായിരുന്നു താമസമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവർ തമ്മിലുള്ള തർക്കമാണ് അർച്ചന കിണറ്റിലേക്ക് ചാടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അർച്ചനയ്ക്ക് മർദ്ദനമേറ്റിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കൈവരിയുടെ ബലക്കുറവാണ് അപകടത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. സോണിയുടെ മൃതദേഹം കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് മലയാളം, കൊല്ലം.